ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിഗ്രഹത്തെ തൊട്ടാൽ തെറികൊണ്ട് അഭിഷേകം. ഇതാണ് ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും വലിയ ന്യൂനത. പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ ഞാൻ നിലനിൽക്കുമ്പോൾ ഞാൻ ആ വിശ്വാസത്തിൽ തന്നെ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ചില തെറ്റുകളെ, ചില പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, പ്രത്യേകിച്ച് മാനുഷികമായി ലഭിക്കുന്ന പ്രതികരണങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. കഴിഞ്ഞൊരൊറ്റ ദിവസം ഞാൻ യൂട്യൂബ് ചാനലിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇരുന്നിട്ട് ഏകദേശം 150-ലധികം കമൻറ്റുകളാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയുണ്ടായത്. നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, സാധാരണഗതിയിൽ അൺപാർലമെൻ്ററി വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ഞാനത് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ തെറികൾ പബ്ലിക് ആവത്തുള്ളൂ. കഴിഞ്ഞ നിരന്തരമായ വീഡിയോകളിൽ ഇങ്ങനെ തെറിവാക്കുകൾ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇത് വായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് പബ്ലിക് ആകരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരു ശക്തമായൊരു തെറി ഞാനിന്ന് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് അപ്രൂവ് ചെയ്തതിൻ്റെ കാരണം എത്രയേ ഉള്ളൂ, വിഗ്രഹത്തെ തൊട്ടാൽ ഇളകുന്നത് ആർക്കാണ്, ഭാഷാപരം വരുന്നത് ആരുടെയാണ് എന്നുള്ളത് പബ്ലിക്കിന് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനൊരു തെറി പബ്ലിക്കാക്കി വിട്ടത്. ആരെങ്കിലും അത് വായിച്ച് മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക. ഇവരുടെ ഉള്ളിലെ ആത്മാക്കളെ പുറത്തു കൊണ്ടുവരിക എന്ന ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഒരെണ്ണം 150-ലധികം ഞാൻ ഡിലീറ്റ് ചെയ്തപ്പോൾ ഏക ഒരെണ്ണം മാത്രം ഞാൻ പബ്ലിക് ചെയ്തത്. ഈ 150 വായിച്ച് തൃപ്തിയടഞ്ഞ ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലരും അതിൻ്റെ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് വിഗ്രഹാരാധകൻ്റെ ഭാഷാവരമാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ. പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, വിഗ്രഹത്തെ തൊടുമ്പോൾ ആർക്കാണ് നോവുന്നത്? സാത്താന് തന്നെയാണ് നോവുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ ഉദ്യമം യാതൊരു വിധത്തിലും പിന്നോട്ട് പോകത്തില്ല. ക്രിസ്തുവിന് വേണ്ടി കർത്താവ് നിർത്തിയതാണെങ്കിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഹെബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇവിടെ കെരൂബുകളുണ്ട്. അപ്പോൾ ആ കെരൂബുകളിൽ മഹത്വത്തിൻ്റെ കെരൂബ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് എന്താണെന്ന് ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ, വ്യക്തമാക്കുക അപ്രാപ്യമാണ് എന്ന് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇദ്ദേഹം ഇത് ആണ് ഇന്നത്തെ കത്തോലിക്ക സഭയിലെ വിഗ്രഹങ്ങളിൽ ഇരിക്കുന്ന ദൈവമഹത്വം എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. ഞാനവിടെ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചൊരു കാര്യമുണ്ട്, ഇത് ദൈവത്തിൻ്റെ മഹത്വമാണെന്ന് പറയാൻ എങ്ങനെ സാധിക്കും? ഈ പറയുന്ന കെരൂബുകളിലെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വമാണെന്ന് പറയാൻ എങ്ങനെ സാധിക്കും? ഞാൻ ചോദിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഏകദേശം 50 മിനിറ്റോളം 4-5 വിഷയങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു. യാതൊരു വിഷയത്തിലും ഒരടിസ്ഥാന വിവരം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയോട് തുടർന്ന് സംസാരിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു മറുചോദ്യം ചോദിച്ച് ഞാൻ അവിടെ ആ ഒരു ടോക്ക് അവസാനിപ്പിക്കുക. കാരണം എനിക്ക് മറ്റു കാര്യങ്ങളുണ്ട്. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, പേടകത്തിന് മീതെ കൃപാസനത്തിന് മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിൻ്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു, ഇവയെപ്പറ്റി ഇപ്പോൾ വിവരിച്ചു പറയാനാവത്തില്ല. അപ്പോൾ മഹത്വത്തിൻ്റെ കെരൂബ് എന്ന് മാത്രമേ ഉള്ളൂ, ഇത് ദൈവത്തിൻ്റെ മഹത്വമാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റും എന്നൊരു മറുചോദ്യം ഞാൻ ചോദിച്ചു. എനിക്കറിയാം വചനത്തിൽ യാതൊരുവിധ അടിസ്ഥാനവും ഇദ്ദേഹത്തിന് ഉണ്ടാകത്തില്ല. ഏതെങ്കിലും അച്ഛന്മാർ പറഞ്ഞു കൊടുത്ത ഒരു മുട്ടായുക്തി, ഇത് ദൈവത്തിൻ്റെ മഹത്വമാണെന്നും ഈ ദൈവത്തിൻ്റെ മഹത്വമാണ് ഈ കെരൂബിൽ ഉള്ളതെന്നും അതുകൊണ്ട് അതേ മഹത്വം തന്നെയാണ് നമ്മുടെ വിഗ്രഹത്തിലുള്ളതെന്നും നീ പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞ ഒരു ന്യായീകരണം മാത്രമേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകത്തുള്ളൂ എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്താണ് ഈ മഹത്വം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ അടിസ്ഥാനവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിച്ച് അതിനെ ബ്ലോക്ക് ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്താണ് ഈ കെരൂബുകളുടെ മേലുണ്ടായിരുന്ന മഹത്വം? ദൈവം എന്താണ് ഈ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 22-ാം വാക്യം നമ്മൾ ഇങ്ങനെ കാണുന്നത്, അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും, കൃപാസനത്തിന് മുകളിൽ നിന്നും സാക്ഷി പേടകത്തിൻ്റെ മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്നും ഞാൻ നിന്നോട് സംസാരിക്കും, ഇസ്രായേലിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. ദൈവം ദൈവജനത്തോട് സംസാരിക്കാൻ തിരഞ്ഞെടുത്ത ഒരു സ്ഥലം, അത് കൃപാസനത്തിന് മുകളിൽ സാക്ഷി പേടകത്തിൻ്റെ മീതെ 2 കെരൂബുകൾ വെച്ചിരിക്കുന്നു, മഹത്വത്തിൻ്റെ 2 കെരൂബുകൾ വെച്ചിരിക്കുന്നു. അതിൻ്റെ മധ്യേ ഞാൻ ദൈവജനത്തോട് സംസാരിക്കും. എന്തുകൊണ്ടാണ് ദൈവം ഇവിടെ നിന്ന് ദൈവജനത്തോട് സംസാരിക്കുന്നത്? ദൈവത്തോട് സംസാരിക്കാൻ ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ആ സ്ഥലത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവം സംസാരിക്കുന്ന സ്ഥലം എന്ന് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വീണ്ടും പുറപ്പാട് പുസ്തകം അതിൻ്റെ 30-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമ്മൾ വായിച്ചാൽ, ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷി പേടകത്തിൻ്റെ മുകളിലുള്ള കൃപാസനത്തിൻ്റെയും സാക്ഷി പേടകത്തിൻ്റെയും മറയ്ക്കുന്ന തിരശ്ശീലയുടെയും മുൻപിൽ അത് സ്ഥാപിക്കണം. നമ്മൾ ശ്രദ്ധിക്കുക,
ദൈവം സംസാരിക്കുന്ന സ്ഥലം ഏതാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സാക്ഷി പേടകത്തിന് മുകളിലുള്ള കൃപാസനത്തെയും സാക്ഷി പേടകത്തെ മറയ്ക്കുന്ന തിരശ്ശീലയും, ആ ദൈവം സംസാരിക്കുന്ന ആ രണ്ട് കെരൂബുകളുടെ മധ്യേ നിന്ന് ദൈവം സംസാരിക്കും. അപ്പൊ ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ദൈവജനത്തോട് ദൈവത്തിന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഇതെല്ലാം പറയുന്നത് ഈ സമാഗമന കൂടാരത്തിൻ്റെ അകത്തുള്ള സാക്ഷി പേടകത്തിൻ്റെ ആ തിരശ്ശീലയ്ക്ക് മുകളിലുള്ള രണ്ട് കെരൂബുകളുടെ മധ്യേ ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ കെരൂബിൻ്റെ മേലുണ്ടായിരുന്ന മഹത്വം ദൈവമഹത്വമാണല്ലോ. ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം മഞ്ഞായി ഇറങ്ങി വരുന്നു, മേഘമായി ഇറങ്ങി വരുന്നു. മോശയ്ക്ക് അകത്ത് പ്രവേശിക്കാൻ പോലും കഴിയാത്ത വണ്ണം, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ദേവാലയത്തിന്റെ അകത്തോട്ട് പ്രവേശിക്കാൻ പോലും കഴിയാത്ത വണ്ണം ദൈവത്തിന്റെ മേഘം, ദൈവത്തിന്റെ മഹത്വം അവിടെ നിറഞ്ഞു വന്നിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ മഹത്വം തന്നെയല്ല ഈ കെരൂബിലുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വിഗ്രഹങ്ങളിലും ഉള്ളത് ഇതേ മഹത്വം തന്നെയല്ലേ? ഈ സഹോദരൻ ചോദിച്ച പോലെ. അപ്പൊ നമുക്ക് ദൈവത്തോട് സംസാരിക്കാനുള്ളൊരു മാധ്യമമല്ലേ ഈ വിഗ്രഹങ്ങൾ? അത് ഒരുപക്ഷെ ക്രൂശിത രൂപമായിരിക്കാം, ഒരുപക്ഷെ മാതാവിൻ്റെ ഗ്രോട്ടോ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും വിശുദ്ധരുടെയോ ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്ന ഡാവിഞ്ചി വരച്ചതോ ഏതെങ്കിലും ചിത്രമോ വിഗ്രഹമോ സ്റ്റാച്ചുവോ എന്തെങ്കിലും തന്നെയാണെങ്കിൽ, കെരൂബിന് അമഹത്വം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിനും അമഹത്വം ഉണ്ടാവുകയും നമുക്ക് ഈ വിഗ്രഹത്തോട് സംസാരിക്കുകയും അത് ദൈവത്തിലെത്തുകയും ചെയ്യത്തില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചിന്ത. എന്നാൽ ഈ സാക്ഷി പേടകം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ലേവ്യ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 15 മുതൽ വാക്യങ്ങൾ വായിക്കുകയും ചില കാര്യങ്ങൾ നമ്മൾ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. ഒന്ന്, ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ദേവാലയത്തിന് 3 സ്ഥലങ്ങളാണ്. ഒന്ന്, പുറത്തെ അങ്കണം എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന പ്രാകാരം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം. അടുത്തത് വിശുദ്ധ സ്ഥലം. അതിനുശേഷം പ്രധാന പുരോഹിതൻ വർഷത്തിലൊരിക്കൽ മാത്രം ചെന്ന് കയറുന്ന അതിവിശുദ്ധ സ്ഥലം. ഇത് ഒരു വലിയ തിരശ്ശീലയിട്ട് മൂടിയിരുന്നു. ആ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് പ്രധാന പുരോഹിതൻ കടന്നു വരുന്നത് വർഷത്തിലൊരിക്കൽ മാത്രമാണ്. എന്നും അല്ലെങ്കിൽ അനുദിനമോ ഈ ഇടയ്ക്കോ എപ്പോഴെങ്കിലും ഒക്കെയൊക്കെ ഈ പ്രധാന പുരോഹിതൻ ചെന്ന് കയറരുതെന്ന് കൃത്യമായി മോശയോട്, അഹറോനും തൻ്റെ സന്താനങ്ങളും നിനക്ക് തോന്നിയ പോലെ ഇതിൻ്റെ അകത്ത് പ്രവേശിക്കരുത്, കാരണം നീ മരണപ്പെടും, ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രധാന പുരോഹിതന് മാത്രം വർഷത്തിലൊരിക്കൽ മാത്രം പ്രവേശിക്കാൻ മാത്രം അനുവാദമുള്ള സ്ഥലത്തേക്ക് ഇതാ പ്രവേശിക്കുന്നതിനെ കുറിച്ച് ആ പശ്ചാത്തലമാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി അവിടെ എന്തിനു പ്രവേശിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലേവ്യ പുസ്തകം 16-15 ഇങ്ങനെയാണ് കാണുന്നത്. ജനങ്ങളുടെ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിൻ്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന് മേൽ കൃപാസനത്തിൻ്റെ മുകളിലും തളിക്കണം. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തം അഹറോൻ വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന സമാപന കൂടാരത്തിനു വേണ്ടിയും ഇപ്രകാരം ചെയ്യണം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, വർഷത്തിലൊരിക്കൽ അതിൻ്റെ അകത്ത് പ്രവേശിക്കുന്നുള്ളൂ. അതാകട്ടെ ആ തിരശ്ശീലയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പാപപരിഹാര ബലിക്കുള്ള രക്തം കൊണ്ടുവരണം. ആ രക്തം ഈ സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് ഈ സാക്ഷി പേടകത്തിൻ്റെ ചുറ്റും കൃപാസനത്തിന് ചുറ്റും തളിക്കണം. ഇത് പാപപരിഹാര ബലിക്കുള്ള രക്തം മാത്രമാണ് ഇങ്ങനെ തളിക്കപ്പെടേണ്ടത്. ഇങ്ങനെ തളിക്കണമെന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ കൽപ്പന കൊടുത്തിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ചെല്ലരുത്. ദൈവം സംസാരിക്കുന്ന സ്ഥലം ഇത് തന്നെയാണ്. അപ്പം ഇവിടെ ദൈവം വയ്ക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. പാപപരിഹാര ബലിയുടെ രക്തം അർപ്പിക്കുന്നിടത്താണ്, അല്ലെങ്കിൽ ആ ബലിയാണ്, അല്ലെങ്കിൽ ആ രക്തമാണ് നമുക്ക് ആ ദൈവത്തോട് അനുരഞ്ജനപ്പെടാൻ സാധ്യത നൽകുന്നത്. അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം ദൈവത്തോടും ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൽപ്പനകൾ എന്നോടും പറയാൻ ദൈവജനത്തെ അവൻ്റെ പാപങ്ങളിൽ നിന്നും അനുരഞ്ജിപ്പിക്കുന്ന ഒരു സ്ഥലമായി ദൈവം വെക്കുന്നത് ഈ പാപപരിഹാര ബലിയും ആ രക്തവും ഈ പറയുന്ന കൃപാസനവുമാണ് എന്നുള്ളത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ഹെബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 19 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ സഹോദരനെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലമാണ് ആ വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക. മത്തായി സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായത്തിൽ 52 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശു കാൽവരി ക്രൂശിൽ ബലിയാകുമ്പോൾ, അവൻ്റെ ബലി അവിടെ നടക്കുമ്പോൾ, മരണം സംഭവിക്കുമ്പോൾ
എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സകലതും പൂർത്തിയായി പിതാവേ നിന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ഇതാ ദേവാലയത്തിൻ്റെ തിരശ്ശീല രണ്ടായി കീറിപ്പോയി. ഇനി ഈ അതിവിശുദ്ധ സ്ഥലമെന്ന ആ സ്ഥലത്തേക്ക് പ്രധാന പുരോഹിതൻ മാത്രം വർഷത്തിലൊരിക്കൽ പ്രവേശിക്കുന്ന യാതൊരുവിധ വ്യവസ്ഥയുമില്ല. പകരം ദൈവത്തിന് സംസാരിക്കാൻ, ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ അതിനിടയിലുണ്ടായിരുന്ന ആ മതിലുകളെ കർത്താവ് തകർത്തു. ആ പ്രതികൂലങ്ങളെ കർത്താവ് തകർത്തു. ആ പ്രതിസന്ധിയെ കർത്താവ് തകർത്തു. അതാണ് അപ്പസ്തോലൻ പറയുന്നത്, എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എങ്ങനെയാണ് ആ മനോധൈര്യം ലഭിച്ചത്? വീണ്ടും താഴോട്ട് വാക്യം വായിക്കുക. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്ക് നവീനവും സജീവവുമായൊരു പാത തുറന്നു തന്നിരിക്കുന്നു. ഇവിടെ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനും നമുക്ക് ദൈവത്തോട് സംസാരിക്കാനും പുതിയ നിയമത്തിൽ കർത്താവ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി, കൊരിന്ത്യസ് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്തോട്ട് ദൈവം വസിക്കുന്നത്. ഇന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ദൈവം വസിക്കുക. ഇന്ന് ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവ മഹത്വത്തെയാണ് ഞാൻ കാണേണ്ടത്. ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ അന്ത്യത്താഴത്തിലും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എനിക്ക് വേണ്ടി 2000 വർഷം മുൻപ് ബലിയർപ്പിക്കപ്പെട്ടത് ഇന്ന് തലമുറയെ കൂടെ കണ്ടുകൊണ്ട് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, സകല തലമുറയെയും അവൻ കണ്ടു. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ആശീർവദിക്കുന്ന അപ്പം, നിങ്ങൾ ആശീർവദിക്കുന്ന വീഞ്ഞ്, അത് യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും തന്നെയാകുന്നു. അപ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും എന്നിലേക്ക് ഒഴുകുമ്പോൾ എന്നെ യോഗ്യമാക്കുകയാണ്. എവിടേക്ക്? വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാക്കാൻ, ദൈവത്തിൻ്റെ ഗ്ലോറി. അന്ന് കെരൂബുകളുടെ മേലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ മഹത്വം എന്തുകൊണ്ടാണ് അവിടെ മഹത്വം ഉണ്ടായിരുന്നത്? കാരണം അത് അതിവിശുദ്ധ സ്ഥലവും ദൈവം സംസാരിക്കുന്ന സ്ഥലവും ദൈവത്തിൻ്റെ മഹത്വമുള്ള സ്ഥലവുമായിരുന്നതുകൊണ്ട് ആ കെരൂബുകളുടെ മേൽ മഹത്വം ഉണ്ടായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അതേ മഹത്വം, ആ മഹത്വം ഇന്ന് നമ്മുടെ ഉള്ളിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണെന്ന് വിശുദ്ധ വേദപുസ്തകം കൃത്യമായി പ്രഖ്യാപിച്ചു വെച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിരിക്കെ ആ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്താണ് ഇന്ന് ദൈവസാന്നിധ്യം ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ ഈ മഹത്വം തേടി വിഗ്രഹത്തിൻ്റെ പിന്നാലെയല്ല പോകേണ്ടത്. ആ വിഗ്രഹത്തിൻ്റെ ചുറ്റുമല്ല നമ്മൾ പോകേണ്ടത്. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ വാഗ്ദാന പേടകമാണ്. ഇന്ന് നിങ്ങൾ സമാഗമന കൂടാരത്തിൻ്റെ അകത്തിരുന്ന അതേ തേജസ്, ആ ദൈവിക തേജസ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. പിന്നെ എന്തിനാ പിന്നാലെ മറ്റുള്ളതിൻ്റെ പിന്നാലെ നമ്മൾ ഓടിപ്പോകുന്നത്? ലേവ്യ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം എങ്ങനെയാ പറഞ്ഞത്? കർത്താവ് മോശയോട് അരുളിച്ചത്, നിന്റെ സഹോദരനായ അഹരോനോട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് തിരശ്ശീലയ്ക്കുള്ളിലെ ശ്രീകോവിലിൽ പെട്ടകത്തിൻ്റെ മുകളിൽ കൃപാസനത്തിന് മുകളിൽ ഏത് സമയത്തും നിനക്ക് തോന്നിയ സമയത്തൊന്നും പ്രവേശിക്കരുത് എന്ന് നീ പറയണം. കാരണം കൃപാസനത്തിന് മുകളിൽ ഒരു മേഘത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടും. അപ്പൊ ദൈവം പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് നീ എപ്പോഴും നിനക്ക് തോന്നിയ സമയത്തൊന്നും പോയി പ്രവേശിക്കരുത്. കാരണം എന്താ? ആ തിരശ്ശീല അവിടെ ഇട്ടിരിക്കുന്നതിന്റെ കാരണം നിനക്ക് തോന്നിയവാസം കാണിക്കാനുള്ള സ്ഥലമല്ല എന്ന് മോശെ നീ അഹരോനോട് പറയണം, അവന്റെ തലമുറയോട് പറയണം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനം വളരെ ശ്രേഷ്ഠമായി വർഷത്തിലൊരിക്കൽ വളരെ വിശുദ്ധിയോടുകൂടെ വളരെ ശ്രദ്ധയോടുകൂടെ മാത്രം പ്രവേശിച്ചിരുന്നൊരു സ്ഥലമാണ് അവിടെ. നമ്മുടെ വിഗ്രഹങ്ങൾ അങ്ങനെയാണോ? ഈ വിഗ്രഹങ്ങൾക്ക് യാതൊരുവിധ ശക്തിയുമില്ലെന്ന് നമുക്കറിയാം. അതിന് സ്വയം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും വിഗ്രഹം സംസാരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടോ? വിഗ്രഹം തേനൊഴുക്കുന്നുണ്ട്, പാലൊഴുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പലവിധ അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട്. അത് എല്ലാ വിഗ്രഹത്തിനും പറ്റും. കാരണം ഈ വിഗ്രഹത്തിൻ്റെ പുറകിൽ സാത്താനാണ്, പിശാചാണ് പോലും ദൈവം അനുവാദം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ വിഗ്രഹത്തിന് പലവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് വിഗ്രഹം സംസാരിക്കുക വരെ ചെയ്യും. നമ്മൾ അവിടെയും കർത്താവിൻ്റെ വചനം ഗലാത്യ ലേഖനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രഘോഷിച്ച സുവിശേഷമല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് കൈക്കൊള്ളണ്ട, അത് വിട്ടുകളഞ്ഞേക്ക്. കാരണം അവയിൽ ദൈവശക്തിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ വിഗ്രഹങ്ങൾ തികച്ചും സാത്താൻ്റെ പ്രവർത്തനം മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കും. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന സാക്ഷി പേടകത്തിൻ്റെ ഉള്ളിൽ അവിടെ മുകളിലുള്ള 2 കെരൂബുകളുടെ മധ്യേ വസിച്ചിരുന്ന അതിൻ്റെ അകത്തുകൂടെ ദൈവം സംസാരിച്ചിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവായ യേശുവാണ് ദൈവത്തെ കാണാനുള്ള ഏക വഴി.
അതാണ് ഹെബ്രായ ലേഖനം പറയുന്നത്, ക്രിസ്തുവിന്റെ രക്തം മൂലം ഈ വിരിക്കകത്ത് പ്രവേശിക്കാൻ നമുക്ക് ധൈര്യമുണ്ട്. ദൈവത്തെ നിനക്ക് കാണണമെങ്കിൽ, ദൈവത്തോട് നിനക്ക് സംസാരിക്കണമെങ്കിൽ, എൻ്റെ പ്രശ്നവും എൻ്റെ രോഗവും പ്രതികൂലങ്ങളും എല്ലാം ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ഏക വഴി ക്രിസ്തുവാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. പഴയ നിയമത്തിൽ പറയുന്നു അവിടെയാണ് ബലി അർപ്പിക്കേണ്ടത്. ബലിയുടെ രക്തം, പാപപരിഹാരത്തിന്റെ ബലി അവിടെയാണ് അർപ്പിക്കേണ്ടത്. ആ പാപപരിഹാരത്തിന്റെ രക്തമാണ് നിന്നെയും ദൈവത്തെയും തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്നത്. നിനക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നത്, ദൈവത്തോട് നിനക്ക് ബന്ധപ്പെടാൻ പറ്റുന്നത്. യേശുവിന്റെ രക്തമാണ് നമ്മളെ അനുരഞ്ജിപ്പിക്കുന്നത്, നമ്മോട് സംസാരിക്കുന്നത് എന്ന് പഴയ നിയമത്തിലും ഹെബ്രായ ലേഖനത്തിലും വ്യക്തമായി നമ്മളോട് പറഞ്ഞിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ പഴയ നിയമത്തിൽ മോശയുടെ മുഖത്തെ മൂടുപടത്തെ കുറിച്ചെല്ലാം പറഞ്ഞ് അവിടെ മങ്ങിക്കൊണ്ടിരിക്കുന്ന ആ തേജസ്സിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ തേജസ്സിന്റെ പൂർണ്ണത അത് എവിടേക്ക് വന്നു എന്നുള്ളതിനെ കുറിച്ച് അപ്പോസ്തലൻ 2 കൊരിന്തി അതിന്റെ 3-ാം അധ്യായം 18-ാം വാക്യം വളരെ ക്ലിയർ ആയി നമ്മളോട് പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് വായിക്കാം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. ദൈവത്തിന്റെ മഹത്വം മോശയുടെ മുഖത്തുണ്ടായിരുന്നു, ആ ഗ്ലോറി മോശയുടെ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? മൂടുപടം അണിഞ്ഞു എന്ന് പറയുന്നു. ഇതാ ക്രിസ്തുവിന്റെ മഹത്വം, ആ ദൈവത്തിന്റെ മഹത്വം തന്നെ അവിടെ കെരൂബിൽ ഉണ്ടായിരുന്ന മഹത്വത്തെക്കാൾ ശ്രേഷ്ഠമായ ക്രിസ്തുവിന്റെ അതേ ദൈവത്തിന്റെ മഹത്വം ഇന്ന് എവിടെയാ പ്രതിഫലിക്കുന്നത്? നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നത്. എങ്ങനെ? ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിന്റെ ശരീരരക്തങ്ങൾ നീ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ തന്നെ നീ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ ഇന്ന് മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും, നമ്മുടെ മുഖത്ത്, വിശുദ്ധരായ നമ്മുടെ മുഖത്ത് അവിടുത്തെ സാദൃശ്യത്തിലേക്കുള്ള മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു. ഒരു സ്വർഗീയ മഹത്വം ഇന്ന് നമ്മുടെ മുഖത്താ ദർശിക്കുന്നത്. ഇന്ന് നാം എല്ലാവരും നമ്മുടെ മുഖത്താ മഹത്വം ഉണ്ട് എന്നാണ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ ആ മഹത്വത്തെ തേടി വിഗ്രഹത്തിന്റെ പിന്നാലെ പോവുകയാണ്. ഒക്കെ ഇനി പുണ്യാളന്റെ വിഗ്രഹത്തിലാണോ മഹത്വം, ഇനി അതിൻ്റെ അടിയിലുള്ള പാമ്പിലാണോ മഹത്വം, എവിടെയാണ് മഹത്വം എന്ന് തേടി നമ്മൾ ഇങ്ങനെ ഓട്ടമാണ്. യാതൊരു വിധത്തിലും നമുക്ക് ആ മഹത്വം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ കസ്തൂരിമാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതിങ്ങനെ ഓടുക, എവിടെയാണ് ഈ മണം എന്നുള്ളത് നോക്കി. യഥാർത്ഥത്തിൽ അതിന്റെ ശിരസിൽ തന്നെയാണ് ആ മണം ഇരിക്കുന്നത് എന്ന് പറയുന്ന പോലെ ആ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അതാ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തി 3 പറഞ്ഞത്, നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം. വീണ്ടും 2-3 വരുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ആ മഹത്വം ഇരിക്കുന്നു, നിങ്ങളുടെ മുഖത്ത് ആ മഹത്വം പ്രകാശിക്കുന്നു, ആ മഹത്വം പ്രതിഫലിക്കുന്നു. 2 കൊരിന്തി 4 കൂടെ നമുക്കൊന്ന് വായിക്കാം. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. വീണ്ടും മഹത്വം ഇരിക്കുന്നത് സുവിശേഷത്തിലാണെന്ന് അപ്പോസ്തലൻ പറയുന്നത്. അതായത് ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം. അപ്പൊ ആ ക്രിസ്തുവിന്റെ സുവിശേഷത്തിലാണ് ആ മഹത്വം ഇരിക്കുന്നത്. ആ മഹത്വം ഇരിക്കുന്ന സുവിശേഷത്തെ നമുക്കിന്ന് അറിയാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഈ ലോകത്തിന്റെ ദേവൻ, വിഗ്രഹത്തിന്റെ ദേവൻ, വിഗ്രഹത്തിലിരിക്കുന്ന പൈശാചിക ശക്തി നിന്നെ, മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ വിഗ്രഹത്തിന്റെ അനുരൂപപ്പെട്ട ആളുകൾ, വിഗ്രഹത്തിന് അടിമയാക്കപ്പെട്ടവർ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്നത്, തെറി വിളിക്കുന്നത്. ഈ തെറി വിളിക്കുന്നതിൻ്റെ കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ നിങ്ങളുടെ മനസ്സിനെ കുരുടമാക്കിയിരിക്കുന്നു, അന്ധമാക്കിയിരിക്കുന്നു, അന്ധകാരമാക്കിയിരിക്കുന്നു. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. നമ്മൾ വചനം പറഞ്ഞാൽ അവർക്കത് കേൾക്കാൻ പറ്റത്തില്ല, അവർ തിരിച്ചു തെറി വിളിക്കും. യാതൊരു വിധത്തിലും അവർക്കത് ദൃശ്യമല്ല. വീണ്ടും അപ്പോസ്തലൻ 2 കൊരിന്തി അതിന്റെ 4-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണേ, ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ പ്രകാശം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയാണ്. ആ മഹത്വം ഇന്ന് നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നത്, ഞങ്ങൾ എഴുതിയ സുവിശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു. അത് കൽപ്പലകയിലല്ല എഴുതിയിരിക്കുന്നത്, പകരം നിങ്ങളുടെ ഹൃദയ ഫലകങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷം മൂലം നിങ്ങളുടെ ഹൃദയ ഫലകങ്ങളിൽ എഴുതിയിരിക്കുന്നു.
ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതിയ 10 കൽപ്പനകൾ സമാഗമന കൂടാരത്തിന്റെ അകത്ത് വയ്ക്കണമെന്ന് ദൈവം പറഞ്ഞു. കാരണം ദൈവം സംസാരിക്കുന്ന ആ കെരൂബുകളുടെ മധ്യ ദൈവം സംസാരിക്കുന്ന സ്ഥലം അതായിരുന്നു. ഇന്ന് ക്രിസ്തു ആ തിരശ്ശീലയെ പൊട്ടിച്ചു, നമ്മുടെ ഉള്ളിലേക്ക് ദൈവം വന്നു, നമ്മുടെ ഹൃദയഫലങ്ങളിലേക്ക് വന്നു. ഇന്നെൻ്റെ ഹൃദയത്തിൽ ഇത് എഴുതി വച്ചിരിക്കുന്നു. എന്ത്? ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിന്റെ അകത്താണ്. ഓരോ വ്യക്തിയുടെ ഉള്ളിലേക്കും ദൈവത്തിന്റെ മഹത്വം തന്നിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കുകയും എൻ്റെ രക്തം നിങ്ങൾ പാനം ചെയ്യുകയും ചെയ്യണം. രക്തം നിന്റെ ഹൃദയത്തിൽ എത്തണം. ആ രക്തമാണ് ഈ ഹൃദയത്തിൽ തളിക്കപ്പെടേണ്ടത്. നിന്റെ ഉള്ളിൽ അത് ചെല്ലണം. അതിനുവേണ്ടി ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ അന്ത്യത്താഴത്തിലും അവൻ്റെ രക്തം നമുക്ക് വേണ്ടി അവൻ തന്നു. കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങൾ ആശീർവദിക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഭാഗഭാഗിത്വമാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, യേശുവിൻ്റെ രക്തവും ശരീരവും ഭക്ഷിക്കുന്നുണ്ട്, പാനം ചെയ്യുന്നുണ്ട്. പക്ഷേ വിഗ്രഹം എന്ന പൈശാചിക ശക്തി നിന്റെ ഹൃദയത്തെ അന്ധമാക്കിയിരിക്കുന്നു. നിനക്കതുകൊണ്ട് സത്യസുവിശേഷത്തിൻ്റെ വെളിപ്പാട് നിനക്ക് ലഭിക്കാത്ത വണ്ണം നിന്റെ കണ്ണുകളെ അന്ധമാക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് പ്രകാശിപ്പിക്കുക. നമ്മൾ ഓടിയടക്കുക ഏത് വിഗ്രഹത്തിലാണ് മഹത്വം ഇരിക്കുന്നത്? അവിടെ കെരൂബിൻ്റെ മേൽ മഹത്വം ഉണ്ടായിരുന്നല്ലോ, മഹത്വത്തിൻ്റെ കെരൂബ് അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ മഹത്വം ദൈതാ ഇന്ന് ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാ വിഗ്രഹങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ വരുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ തിരിച്ചറിയുക, ഈ വിഗ്രഹത്തിലുള്ളത് ദൈവത്തിൻ്റെ മഹത്വമല്ല. ഇന്ന് നിങ്ങൾ പണിയുന്ന കൽപ്പണികള്, നിങ്ങൾ പണിയുന്ന ഈ വിഗ്രഹങ്ങളിൽ യാതൊരുവിധ ദൈവത്തിൻ്റെ മഹത്വമില്ലെന്ന് അപ്പസ്തോലൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പസ്തോല പ്രവൃത്തി 17-ാം അധ്യായം 29-ാം വാക്യം, നാം ദൈവത്തിന്റെ സന്താനങ്ങളാകിയാൽ, നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ഇരിക്കുകയാൽ, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആ തേജസ് ഇരിക്കുകയാൽ, മനുഷ്യന്റെ ഭാവനയിലും ശില്പിയിലും ചേർന്ന സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുത്ത പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് നീ വിചാരിക്കരുത്. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുക്കില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്നാണ് അവിടുന്ന് ആജ്ഞാപിക്കുന്നത്. അവിടുന്ന് ആജ്ഞാപിക്കുകയാണ്. കാരണം നിന്റെ പഴയ അജ്ഞതയുടെ കാലം ദൈവം മറക്കും. വിഗ്രഹാരാധക, നിന്റെ പഴയ അജ്ഞതയുടെ കാലം ദൈവം മറക്കും. പക്ഷെ ഇപ്പോഴും വിഗ്രഹത്തിൽ ദൈവ തേജസ്സാണെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ ദൈവം അത് മറക്കത്തില്ല. കാരണം നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ തിരിച്ചറിയണം. ആ ദൈവത്തിൻ്റെ ഗ്ലോറിയിൽ നമ്മൾ കീഴ്പ്പെടണം. ആ വിശുദ്ധ ആ മഹത്വത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരട്ടെ. ആ പ്രകാശം സ്വീകരിക്കാൻ, ആ ദൈവത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ. അന്ധകാരത്തിൻ്റെ ദേവൻ ആരുടെയെങ്കിലും ഹൃദയത്തെ അന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് പൊട്ടട്ടെ, അത് തുറന്നു വരട്ടെ. ദൈവത്തിൻ്റെ മഹത്വം കാണാൻ, മറ്റുള്ളവരിൽ മഹത്വം കാണാൻ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ കാണുവാൻ, ഓരോ സഹോദരങ്ങളിലും ക്രിസ്തുവിനെ കാണുവാൻ. വിഗ്രഹത്തിലല്ല ദൈവത്തിൻ്റെ മഹത്വം, നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയിലും ക്രിസ്തുവിൻ്റെ മഹത്വം കാണുവാൻ ദൈവം ഇട നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.